ഓക്കെ, വെൽക്കം ടു അവർ ചാനൽ ഈസി ടു ലേൺ PEC. നമ്മൾ ഇതിനകത്ത് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സിമെൻറ്റിനെ കുറിച്ചാണ്. സിമെൻറ്റിൻ്റെ മറ്റ് രണ്ട് പാർട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിൻ്റെ ലിങ്ക്. അത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആദ്യം അത് പോയി കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സിമെൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് സിമെൻറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഒന്ന് ഫിസിക്കൽ പ്രോപ്പർട്ടി, രണ്ട് കെമിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഫൈനസ് ഓഫ് സിമെൻറ്റ്, സൗണ്ട്നെസ് ഓഫ് സിമെൻറ്റ്, കൺസിസ്റ്റൻസി, സ്ട്രെങ്ത്, സെറ്റിംഗ് ടൈം, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, ലോസ് ഓഫ് ഇഗ്നിഷൻ, ബൾക്ക് ഡെൻസിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. കെമിക്കൽ പ്രോപ്പർട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ നമ്മൾ സിമെൻറ്റ് വെള്ളവുമായിട്ട് ആഡ് ചെയ്തതിന് ശേഷം, വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന കോമ്പൗണ്ട്സ് എന്തൊക്കെയാണോ അതൊക്കെയാണ് കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ട്രൈകാൽസ്യം അലുമിനേറ്റ്, ട്രൈകാൽസ്യം സിലിക്കേറ്റ്, ഡൈകാൽസ്യം സിലിക്കേറ്റ്, ടെട്രാകാൽസ്യം അലുമിനോ ഫെറൈറ്റ്, അതാണ് ഫെറൈറ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്. മഗ്നീഷ്യ, സൾഫർ ട്രയോക്സൈഡ്, അയോൺ ഓക്സൈഡ്, ആൽക്കലീസ്, ഫ്രീ ലൈം, അലൂമിന തുടങ്ങിയൊക്കെ തന്നെ അതിനകത്ത് വെള്ളം ഒഴിക്കുന്ന ശേഷവും ചെറിയ അളവിൽ, വളരെ ചെറിയ അളവിൽ കാണുന്നുണ്ട്. ആദ്യം പറഞ്ഞ നാലെണ്ണം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം വളരെ ചെറിയ അളവിൽ മാത്രമായിരിക്കും അതിനകത്ത് കാണുന്നത്. അത് പ്രത്യേകിച്ച് ഒരു കെമിക്കൽ മറ്റു റിയാക്ഷൻസിനോ അല്ലെങ്കിൽ അതിനുള്ള മറ്റുള്ള പ്രോപ്പർട്ടീസിനെ മാറ്റുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണത്തില്ല. ചെറിയൊരു അളവിൽ മാത്രമേ ഉണ്ടാകുന്ന കാര്യമാണ്. നമുക്ക് പ്രധാനമായിട്ടും അതിൽ നോക്കാനുള്ളത് ആ 4 കോമ്പൗണ്ട്സ് ആണ്. ഈ 4 നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരെന്താണ്? ബൊഗാസ് കോമ്പൗണ്ട് എന്നാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ബൊഗാസ് കോമ്പൗണ്ട് മാത്രമാണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞു വെക്കാം. ആദ്യം നമുക്ക് പറയാനുള്ളത് ഫൈനസ് ഓഫ് സിമെൻ്റ് ആണ്. ഫൈനസ് ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സൈസിനെയാണ് അവിടെ പറയുന്നത്. സിമെൻറ്റ് പാർട്ടിക്കിൾ സൈസ് വലുതായിട്ടാണ് ഇരിക്കട്ടെ. ഈ വലുതാണെങ്കിലുള്ള പ്രശ്നം, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ വലിയ പാർട്ടിക്കിളിൻ്റെ സർഫസിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. സർഫസിൽ അതിൻ്റെ അകത്ത് വാട്ടർ പെട്ടെന്ന് റിയാക്ഷന് വിധേയമാകത്തില്ല. ഞാൻ വലിയ പാർട്ടിക്കിളിൻ്റെ കാര്യമാണ് പറയുന്നത്. വലിയ പാർട്ടിക്കിളാണെങ്കിൽ അതിൻ്റെ ഔട്ടർ സർഫസിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഇൻറ്റേർണൽ സർഫസിൽ അതിനകത്ത് ഇൻറ്റേർണലായിട്ട് റിയാക്ഷൻ പൊതുവേ കുറവായിരിക്കും, ടൈം കുറച്ചും കൂടെ എടുക്കും അല്ലേ. എക്സ്റ്റേണലിന് റിയാക്ഷനേക്കാളും കുറച്ച് ടൈമും കൂടെ എടുക്കും ഇൻറ്റേർണലായിട്ട് റിയാക്ഷൻ നടക്കാൻ. അപ്പം വെളിയിലുള്ള റിയാക്ഷൻ പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് റിയാക്ഷൻ വിധേയമാകും, പെട്ടെന്ന് ഹാർഡാവും. അപ്പോൾ അകത്ത് ഹാർഡാവാൻ താമസിക്കും. അത് നമുക്ക് സ്ട്രെങ്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പൊതുവേ പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വെളിയിലും അകത്തും ഒരേപോലെ ആയിരിക്കും വാട്ടർ റിയാക്ട് ചെയ്യുന്നത്. വളരെ സൈസ് കുറവാണെങ്കിൽ രണ്ടും അകത്ത് ഒരുപോലെ തന്നെ ആയിരിക്കും റിയാക്ഷൻ വിധേയമാകുന്നത്. അങ്ങനെ റിയാക്ഷൻ വിധേയമായി കഴിഞ്ഞാൽ ആ സ്ട്രെങ്തിന് അത് പൂർണ്ണമായും നമുക്ക് സ്ട്രെങ്ത് കിട്ടുകയും ചെയ്യും. അത് ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ ചെയ്യും. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഫൈനസ് ഓഫ് സിമെൻറ്റ് കൊണ്ട് പറയുന്നത്. ഫൈനസ് ഓർ പാർട്ടിക്കിൾ സൈസ് ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് അഫക്ട് ഹൈഡ്രേഷൻ റേറ്റ് ആൻഡ് ദസ് റേറ്റ് ഓഫ് സ്ട്രെങ്ത് ഗെയിൻ. The smaller the particle size, the greater the surface area to volume ratio, and thus the more area available for water cement interaction per unit volume. ഇത്തരം കണ്ടൻറ്റൊക്കെ നമുക്ക് ഗേറ്റിനും അതുപോലെ തന്നെ SSCക്ക് RRBയിലൊക്കെ തന്നെ കുറേ വാചകങ്ങളൊക്കെ തന്നിട്ട്, കുറേ സെൻറ്റൻസുകൾ തന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അതിലൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. PUC വ്യൂവിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്ന കുറവാണ്. ഫൈനസിൻ്റെയൊക്കെ മെയിൻ റിസൾട്ടിനകത്തുനിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. എന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫൈനസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുക. അതിൻ്റെ പാർട്ടിക്കിൾ സൈസിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് അതിൻ്റെ പാർട്ടിക്കിളിൻ്റെ സൈസ് കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് ഏരിയ കൂടും, സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ കൂടും എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സൗണ്ട്നെസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മൾ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു വെള്ളം ആഡ് ചെയ്തിട്ടുള്ള ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ ഒരു സിമെൻ്റ് ആണെങ്കിൽ ആ സിമെൻറ്റ് ഹാർഡ് ആവുമ്പോൾ ആ വോളിയം തന്നെയാണ് എങ്കിൽ കുഴപ്പമില്ലാതെ നല്ല സൗണ്ടുള്ള ഒരു സിമെൻ്റ് ആണെന്ന് പറയാം. എന്നാൽ നേരെ മറിച്ച് അതൊരു വോളിയം എക്സ്പാൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വോളിയം ഒരു കുറയുകയാണെന്നിരിക്കട്ടെ, അതൊരു നല്ല സിമെൻ്റ് അല്ല, അതിൻ്റെ സൗണ്ട് പ്രോപ്പർട്ടി കുറവാണ്, സൗണ്ട് പ്രോപ്പർട്ടി ഇല്ല, അൺസൗണ്ടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെ ഇൻഗ്രീഡിയൻറ്റ് കൂടുമ്പോഴാണ് ഈ ഒരു സൗണ്ട് പ്രോപ്പർട്ടി ഇല്ലാതാവുന്നത്. ലൈം കൂടുമ്പോൾ, മഗ്നീഷ്യ കൂടുമ്പോൾ, അതേപോലെ തന്നെ ഈ സൾഫർ ട്രയോക്സൈഡ് കൂടുമ്പോൾ, ഈ 3 ഇൻഗ്രീഡിയൻറ്റ് കൂടുമ്പോൾ നമുക്ക് സൗണ്ട്നെസ് ഇല്ലാതെ വരിക, അൺസൗണ്ട് ഉണ്ടാവുക എന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ്. അതാണ് ഇതിനകത്ത് പറയുന്നത്.
മൂന്നാമത്തെ പ്രോപ്പർട്ടി കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ആ സിമെൻറ്റ് പേസ്റ്റിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ സിമെൻറ്റിൽ ഒരു റെക്വേർഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സിമെൻറ്റിനെ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. സിമെൻറ്റ് ആ ഒരു പൗഡർ ഫോമിൽ നിന്ന് മാറി ഒരു വെള്ളമായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ടുള്ളൊരു ഫോമിലേക്ക് മാറണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് വെള്ളം നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. കൺസിസ്റ്റൻസി പ്രോപ്പർട്ടിയിൽ നിന്ന് മെഷർ ചെയ്യുന്നത് ആ ഒരു അളവാണ്, ഒരു വെള്ളത്തിൻ്റെ അളവാണ്. ഇത് മെഷർ ചെയ്യാനുള്ള അപ്പാരറ്റസ് ആണ് വിക്കാറ്റ് ടെസ്റ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. നാലാമത്തെ പ്രോപ്പർട്ടി സ്ട്രെങ്ത് ഓഫ് സിമെൻ്റ് ആണ്. സ്ട്രെങ്ത് ഓഫ് സിമെൻറ്റ് നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള സ്ട്രെങ്താണ് നമ്മൾ പൊതുവേ മെഷർ ചെയ്യുന്നത്. കംപ്രസീവ് സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത്, ഫ്ലെക്സുറൽ സ്ട്രെങ്ത്. ഈ 3 സ്ട്രെങ്താണ് നമ്മൾ പൊതുവേ കോൺക്രീറ്റിനായാലും സിമെൻ്റ് ആയാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും നമ്മൾ മെഷർ ചെയ്യുന്ന 3 സ്ട്രെങ്ത്. നമ്മൾ പൊതുവേ ലാബ് ടെസ്റ്റിനകത്ത് ഉപയോഗിക്കുന്ന 2 സ്ട്രെങ്തുകളാണ് കംപ്രസീവ് സ്ട്രെങ്തും ഫ്ലെക്സുറൽ സ്ട്രെങ്തും. ടെൻസൈൽ സ്ട്രെങ്ത് അങ്ങനെ പൊതുവേ ഇപ്പം യൂസ് ചെയ്യാറില്ല. പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്ത് വന്നിരുന്നെങ്കിലും ഇപ്പം നമ്മളത് പ്രത്യേകം അനലൈസ് ചെയ്യാറില്ല. കാരണം അതിൽ നിന്ന് വലിയ നമുക്ക് ഒരു ഇൻഫർമേഷനൊന്നും അതിൽ നിന്ന് കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റ് സ്പെസിമെൻ ഉണ്ട്. ആ ടെസ്റ്റ് സ്പെസിമെൻ എന്ന് പറയുന്ന ഒരു ക്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്. ആ ക്യൂബ് സ്പെസിമെനിൽ നമ്മൾ സിമെൻറ്റ് മോട്ടാർ 1:3 റേഷ്യോയിൽ സിമെൻറ്റ് മോട്ടാർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ അതിന് പ്രത്യേക ഒരു ക്വാണ്ടിറ്റിയും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ അതിന് ശേഷം നമ്മൾ ആ സ്പെസിമെനിൽ നമ്മളത് മിക്സിന് ശേഷം അത് ക്യൂറിങ്ങിന് വിധേയമാക്കുന്നു. ക്യൂറിങ്ങിന് ശേഷം കിട്ടുന്ന ആ ക്യൂബ് നമ്മൾ കൊണ്ടുപോയി കംപ്രസീവ് സ്ട്രെങ്ത് ആ ഒരു ടെസ്റ്റ് അപ്പാരറ്റസ് കൊണ്ടുപോയി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന ലോഡ് 20 സെക്കൻഡ് വിത്തിൻ 20 സെക്കൻഡിനനുസരിച്ച് ലോഡ് മാറുന്നതോ ഇല്ലെങ്കിൽ 80 സെക്കൻഡിൽ ലോഡ് മാറുന്നതോ അനുസരിച്ച് നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ കിട്ടുന്ന സ്ട്രെങ്ത് എത്രയാണോ അതായിരിക്കും നമ്മളവിടെ മെഷർ ചെയ്യുന്നത്. ഫ്ലെക്സുറൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് സ്പെസിമെൻ്റെ അളവാണ് ഇവിടെ കൊടുത്തേക്കുന്നത് 40 × 40 × 160 mm. നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു PPT വായിച്ചു പോണേ. അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് ടൈമാണ്. സെറ്റിംഗ് ടൈം തന്നെ 2 എണ്ണമാണ് നമുക്ക് പഠിക്കാം. ഇനിഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പേസ്റ്റാക്കി മാറ്റുന്ന കാര്യം നമ്മൾ പറഞ്ഞു. സിമെൻറ്റിനെ ഒരു വെള്ളം ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് പേസ്റ്റ് രൂപത്തിലേക്ക് ആകും എന്ന് പറഞ്ഞു. ആ ഒരു പേസ്റ്റ് രൂപത്തിൽ നിന്നും ഒരു ഹാർഡായിട്ട് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. ഹാർഡായിട്ട് മാറുമല്ലോ എന്തായാലും. അങ്ങനെ ആ ഒരു പ്ലാസ്റ്റിക് സ്റ്റേജ് ലോസ് ആവുന്ന ആദ്യത്തെ ടൈം എപ്പോഴാണോ ആ പ്ലാസ്റ്റിക് സ്റ്റേജ് ലോസ് ആകാൻ തുടങ്ങുന്നത്, ആ എടുക്കാനുള്ള ടൈമാണ് നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. വായിച്ചു നോക്കുക. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഈസ് റിഗാർഡ് ആസ് ദ ടൈം എലാപ്സ്ഡ് ബിറ്റ്വീൻ ദ മൊമെൻറ്റ് that the water is added to the cement to the time that the paste start losing its plasticity. പ്ലാസ്റ്റിറ്റി ലോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം വരെ, അപ്പോൾ വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്ന ടൈം മുതൽ പ്ലാസ്റ്റിറ്റി ലോസ് ചെയ്യാൻ തുടങ്ങുന്ന ടൈം വരെയാണ് നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. എന്നാൽ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിറ്റി പൂർണ്ണമായിട്ടും ലോസ് ആവണം, കംപ്ലീറ്റ്ലി ലോസ് ആവണം എന്നുള്ളതാണ് ഫൈനൽ സെറ്റിംഗ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിനകത്ത് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റാണ്. ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 10 മണിക്കൂറാണ്. നമുക്കത് നേരത്തെ പഠിച്ച കാര്യമാണ്, നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ആറാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴാണോ വാട്ടർ സിമെൻറ്റിൽ ആഡ് ചെയ്യുന്നത് ആ ടൈമിൽ മുതൽ അതിൽ നിന്ന് ഹീറ്റ് ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ വേറെ രീതി പറയാം, വാട്ടറുമായിട്ട് സിമെൻറ്റ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ റിയാക്ഷൻ പ്രോസസ്സാണ് നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഈ ഹൈഡ്രേഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. ഈ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത് ഒരുപാട് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, അതതിൻ്റെ ക്വാളിറ്റിയെ നശിപ്പിക്കും. നമുക്കിതിനകത്ത് PSCBയിലൊന്നും തന്നെ ഇല്ല. ഏഴാമത്തെ പ്രോപ്പർട്ടി ബൾക്ക് ഡെൻസിറ്റി. ഇന്നത്തെ കാലത്ത് ബൾക്ക് ഡെൻസിറ്റി മെഷർ ചെയ്യുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടൊന്നും അല്ല സിമെൻറ്റ് വരുന്നത്. അതിൻ്റെ ആവശ്യം ഇപ്പോൾ വരുന്നില്ല. നമ്മൾ സിമെൻറ്റിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കഴിയുമ്പോൾ സിമെൻറ്റിൻ്റെ ഡ്രൈ സ്റ്റേജ് ധാരാളം എയർ വോയിഡ്സ് ഉണ്ടാവും. ഈ ധാരാളം എയർ വോയിഡ്സ് ഈ വെള്ളം കൊണ്ട് നിറയും. ആ വെള്ളം കൊണ്ട് നിറയുമ്പോൾ ആ ഡെൻസിറ്റിക്ക് ഉണ്ടാകുന്ന വ്യത്യാസമാണ്, അല്ലെങ്കിൽ അവിടെ സിമെൻറ്റിൻ്റെ വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ചാണ് ഈ ബൾക്ക് ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൾക്ക് ഡെൻസിറ്റിയെക്കുറിച്ച് നമുക്കധികം PSC ഓറിയൻറ്റഡ് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. എങ്കിൽ കൂടി ബൾക്ക് ഡെൻസിറ്റിയുടെ ആ റേഞ്ച് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ബൾക്ക് ഡെൻസിറ്റി
റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ RCC കോമൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലോ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലോ ആയിരിക്കും ബൾക്ക് ഡെൻസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. അതിൻ്റെ അളവ് 2500 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബോ അല്ലെങ്കിൽ ഗ്രാമിൽ പറയുകയാണെങ്കിൽ 2.5 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലോ ആണ്. ഡെൻസിറ്റി ഓഫ് സിമെൻറ്റിനുള്ളത് 2.8 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഈ 2 വാല്യൂസാണ്. ഡയറക്റ്റായിട്ട് സിമെൻറ്റിൻ്റെ ഡെൻസിറ്റി എത്ര ആണെന്നുള്ള ചോദ്യം വരില്ല. കാരണം അങ്ങനെ വരാത്ത എന്താണെന്ന് ചോദിച്ചാൽ സിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഓരോ തരത്തിലുള്ള സിമെൻറ്റ്, പോർട്ട്ലാൻഡ് സിമെൻറ്റ്, പൊസലാനോ സിമെൻറ്റ്, അങ്ങനെ പലതരത്തിലുള്ള സിമെൻറ്റ് ഉണ്ട്. ഈ ഓരോ സിമെൻറ്റിനും ഡെൻസിറ്റി വ്യത്യാസം ഉണ്ടാകും. ഓരോ കമ്പനിക്കും സിമെൻറ്റിൻ്റെ ഡെൻസിറ്റിക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഡയറക്റ്റായിട്ടുള്ള ചോദ്യമൊന്നും വരില്ല എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ കൂടി ഈ റേഞ്ച് ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് നോർമലി ഡിഫൈൻഡ് as the ratio between the weight of a given volume of material and weight of an equal volume of water. ഇതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയിറ്റും അതേ ക്വാണ്ടിറ്റിയുടെ അളവനുസരിച്ചുള്ള വാട്ടറിൻ്റെ വെയിറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി സാധാരണ രീതിയിൽ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് 3.15 എന്ന് പറയുന്ന വാല്യൂ ആണ്. ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് അല്ലെങ്കിൽ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റ് അല്ലെങ്കിൽ പോർട്ട്ലാൻഡ് പൊസലാനോ സിമെൻറ്റ് എന്ന് പറയുന്ന 2 സിമെൻറ്റുകളുടെ സ്പെസിഫിക് ഗ്രാവിറ്റി നോട്ട് ചെയ്യുക 2.90. ഇതിനുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരുപാട് കെമിക്കൽസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് 4 എണ്ണമാണ്. ട്രൈകാൽസ്യം അലുമിനേറ്റ്, ടെട്രാകാൽസ്യം അലുമിനോഫെറേറ്റ്, ട്രൈകാൽസ്യം സിലിക്കേറ്റ്, ഡൈകാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്ന 4 കോമ്പൗണ്ടാണ്. ഈ 4 കോമ്പൗണ്ടിനെ പൊതുവെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരെന്താണ്? ബൊഗാസ് കോമ്പൗണ്ട്. അറിയാം എല്ലാവർക്കും. ട്രൈകാൽസ്യം അലുമിനേറ്റ് കാൽസ്യത്തിൻ്റെയും അലുമിനേറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ് ട്രൈകാൽസ്യം അലുമിനേറ്റ്. അതേപോലെ തന്നെ ടെട്രാകാൽസ്യം അലുമിനോഫെറേറ്റ് കാൽസ്യത്തിൻ്റെയും അലുമിനേറ്റിൻ്റെയും അയൺ ഓക്സൈഡിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ടെട്രാകാൽസ്യം അലുമിനോഫെറേറ്റ്. ഇതും 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടാകുന്നതാണ്. ഈ 2 കോമ്പൗണ്ടും ഇതിൻ്റെ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാനൊന്നും സഹായിക്കുന്ന ഒരു സാധനമല്ല. പക്ഷേ ട്രൈകാൽസ്യം അലുമിനേറ്റ് ആണ് ധാരാളം ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് ട്രൈകാൽസ്യം അലുമിനേറ്റ്. മൂന്നാമത്തെ 2 കോമ്പൗണ്ടാണ് ട്രൈകാൽസ്യം സിലിക്കേറ്റും ഡൈകാൽസ്യം സിലിക്കേറ്റും. അടുത്ത 2 കോമ്പൗണ്ട്സ് ആണ്. ഇത് രണ്ടും കാൽസ്യത്തിൻ്റെയും സിലിക്കേറ്റിൻ്റെയും രണ്ടിൻ്റെയും കൂടെ മിക്സാണ്. ട്രൈകാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്ന ഈ എലമെൻ്റാണ് ഏർലി ഡേയ്സിൽ 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഒരു കോമ്പൗണ്ടാണ്. ആദ്യകാലങ്ങളിൽ നമ്മുടെ സിമെൻറ്റിന് സ്ട്രെങ്ത് നൽകുന്നത് ഈ ഒരു കോമ്പൗണ്ടാണ്, ട്രൈകാൽസ്യം സിലിക്കേറ്റാണ്. 4മത്തെയാണ് ഡൈകാൽസ്യം സിലിക്കേറ്റ്. ഡൈകാൽസ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന മറ്റൊരു കോമ്പൗണ്ടാണ് ഡൈകാൽസ്യം സിലിക്കേറ്റ്. പിന്നീടുള്ള സിമെൻറ്റിൻ്റെ ഹാർഡ്നെസ്സിനെ എല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഡൈകാൽസ്യം സിലിക്കേറ്റാണ്. നിങ്ങളിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഡൈകാൽസ്യം അലുമിനേറ്റും ടെട്രാകാൽസ്യം അലുമിനോഫെറേറ്റും 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടാകുന്നതായിട്ടും മറ്റു 2 എണ്ണം പിന്നീടാണ് ഉണ്ടാകുന്നതെന്നും നോട്ട് ചെയ്യുക. ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ട്രെങ്ത് നൽകാനായിട്ട് സഹായിക്കുന്ന കോമ്പൗണ്ടാണ്. പിന്നീടുള്ള സ്ട്രെങ്ത് നൽകുന്നത് ആരാണ്? ഡൈകാൽസ്യം സിലിക്കേറ്റാണ്. ഇതും നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് C3S എന്ന് പറയുന്നത് ട്രൈകാൽസ്യം സിലിക്കേറ്റാണ്. ട്രൈകാൽസ്യം സിലിക്കേറ്റ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിനെയും അതുപോലെ തന്നെ ഏർലി സ്ട്രെങ്തിനെയും തരുന്ന ഒരു കോമ്പൗണ്ടാണ് C3S. പിന്നെ C2S എന്ന് പറഞ്ഞാൽ ഡൈകാൽസ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ്സ് ആൻഡ് ഹാർഡൻസ് സ്ലോലി, കോൺട്രിബ്യൂട്ട് ടു ലേറ്റർ ഏജ് സ്ട്രെങ്ത്. അടുത്ത 3മത്തെ എലമെൻ്റാണ് ട്രൈകാൽസ്യം അലുമിനേറ്റ്. ഈ ട്രൈകാൽസ്യം അലുമിനേറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന ഒന്നാണ് ട്രൈകാൽസ്യം അലുമിനേറ്റ് എന്ന് പറയുന്നത്. വളരെ ചെറിയ സ്ട്രെങ്തിനെ സഹായിക്കുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ടെങ്കിലും വളരെ ചെറുത് മാത്രമാണ്, പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടൊന്നുമില്ല. പിന്നെ 3മത്തെ പ്രോപ്പർട്ടി സിമെൻറ്റ് വിത്ത് ലോ പെർസെൻറ്റേജ് ആർ മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ടു സൾഫേറ്റ്. അത് നമ്മൾ ഡീപ്പായിട്ട് ടൈപ്പ് ഓഫ് സിമെൻറ്റ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്നുണ്ട്. സൾഫേറ്റ് റെസിസ്റ്റൻറ്റ് സിമെൻറ്റ് എന്ന് പറയുന്ന പ്രത്യേക സിമെൻറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ട്രൈകാൽസ്യം അലുമിനേറ്റിൻ്റെ അളവ് കുറച്ച് ആഡ് ചെയ്യുമ്പോൾ
നമുക്ക് സൾഫേറ്റിനെ റെസിസ്റ്റൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ മാത്രം മതി. അടുത്ത കോമ്പൗണ്ടാണ് ടെട്രാ കാൽസ്യം അലുമിനിയം ഫെറൈറ്റ് എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന കോമ്പൗണ്ട്. റെഡ്യൂസസ് ക്ലിങ്കറിംഗ് ടെമ്പറേച്ചർ, ഹൈഡ്രേറ്റ്സ് റാപ്പിഡ്ലി ബട്ട് കോൺട്രിബ്യൂട്ട് ലിറ്റിൽ ടു സ്ട്രെങ്ത്. കളർ ഓഫ് ഹൈഡ്രേറ്റഡ് സിമെൻറ്റ് ഗ്രേ കളർ ഡ്യൂ ടു ദ ഹൈഡ്രേറ്റ്. കളർ കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു പ്രോപ്പർട്ടി എന്ന് പറയും. കളർ കൊടുക്കുക. ടെട്രാ കാൽസ്യം അലുമിനിയം ഫെറൈറ്റ് എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് സിമെൻറ്റ് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗ്രേഷ് കളർ കിട്ടും. ആ ഗ്രേഷ് കളർ നൽകുന്നത് ഈ ടെട്രാ കാൽസ്യം അലുമിനിയം ഫെറൈറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഒരു പ്രോപ്പർട്ടി റെഡ്യൂസസ് ക്ലിങ്കറിംഗ് ടെമ്പറേച്ചർ. ക്ലിങ്കറിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ടൈമിലുള്ളൊരു കാര്യമാണ്. അയൺ ഓക്സൈഡിൻ്റെ പ്രസൻസ് ആണ് ക്ലിങ്കറിംഗ് ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് സിമെൻറ്റിനകത്ത് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത് ഇതിൻ്റെ ഓരോരോ പ്രോപ്പർട്ടീസ് അല്ല, ഓരോരോ കോമ്പൗണ്ട്സ്, ബൊഗാസ് കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.